രൂപപ്പെടുത്തി. എന്നിട്ട് അവരത് ഇങ്ങനെ വിപുലീകരിച്ചു കൊണ്ടിരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൂടി വന്ന് ഇപ്പൊ ഇത്രയും ഒരു നിറഞ്ഞ സദസ്സില് ഇത്രയും ആൾക്കാർ വന്നിരുന്നതിന്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കുട്ടികളുടെ ഒരു എഫേർട്ടാണ്. ഇതിന്റെ പിന്നിൽ കുറച്ച് കൂട്ടുകാരും അതുപോലെ നമ്മള് കുറച്ച് കൂടുതൽ പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോ ഈ ഒരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ എനിക്ക് അവരെയാണ് ആദ്യമായിട്ട് അനുമോദിക്കാൻ തോന്നുന്നത്. സൗന്ദര്യങ്ങളാണ് നമുക്ക് ഓർക്കാനും ഓർമ്മിക്കപ്പെടാനും നമ്മളെ ഒന്ന് സഹായിക്കാനും അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതം ഒരു ധന്യം. നമ്മൾ ആ പഴയ കുട്ടികളായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. മനം മാറവേ പള്ളിക്കൂടം ഉള്ളിലോർക്കി തുള്ളിച്ചാടും പുള്ളിമാനായി മനം മാറവേ തുള്ളിമഴയിൽ മെല്ലെ നനയും തുമ്പികളായി ഇങ്ങനെ ഇന്ന് നമ്മളൊക്കെ തുമ്പികളായിരിക്കുകയാണ്. നമ്മളിന്നിവിടെ പാറി നടക്കണം, നമ്മുടെ ദിവസമാണിന്ന്. പക്ഷെ ഈ പാറി നടക്കുന്നതിനിടയിൽ നമ്മുടെ പരിഭവങ്ങളും പരാതികളും ഇനിയിപ്പോ പിണക്കങ്ങളും അതേപോലെ അതൊക്കെ നമ്മൾ ഇന്നിവിടെ ഒഴിച്ചിട്ട് വേണം പോവാൻ. നമ്മുടെ എല്ലാം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ സൗഹൃദമല്ലാതെ ഒന്നും കൊണ്ടുപോകരുത് എന്നൊരു കാര്യം കൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലവര് നമുക്ക് പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകരുത് കേട്ടോ. എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. നമ്മുടെ സൗഹൃദങ്ങൾ മാത്രമേ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ. അത് നമ്മുടെ ഇനി വരുന്ന തലമുറക്ക്, അതായത് നമ്മുടെ കുട്ടികളുണ്ട് ഇവിടെ, നമ്മുടെ കുട്ടികൾക്ക് കൂടി ഒരു മാതൃകയാവുന്ന രീതിയിൽ വേണം നമ്മൾ ഇന്നിവിടെ പെരുമാറാനും. പിന്നെ അവർക്ക് ഇതുപോലെയുള്ള അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇന്നിവിടെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ പ്രവാസികളായ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ മറ്റു സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അവരെ കൂടെ ഞാനിന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിനും കാരണമായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയാൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളാൽ നിനച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിനും കാരണമായുള്ള തമ്പുരാനെ. ശ്രീ കെ ടി ഹാരിസ് മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 2004-2005 ബാച്ചിലെ അധ്യാപകരുടെയും അതുപോലെ നമ്മുടെ പ്രിയ ഗുരുക്കന്മാരുടെയും ഒരു സംഗമ വേദിയാണിത്. എന്നാൽ ഇന്ന് നമ്മുടെ വേദിയിൽ ഉണ്ടാവേണ്ടിയിരുന്ന നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ്, 10ാം ക്ലാസ്സിലും ക്ലാസ് ടീച്ചേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ വിനോദ് മാഷ്, അതുപോലെ ഗിരിജ ടീച്ചർ, ഹംസ മാഷ്, അതുപോലെ നമ്മുടെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ജയൻ, 10C ക്ലാസ്സിലുണ്ടായിരുന്ന ജയൻ, ഇവരിന്ന് നമ്മുടെ കൂടെയില്ല. നമുക്ക് ഈ പരിപാടി തുടങ്ങുന്നത് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓർമ്മ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഇവർക്ക് വേണ്ടി
ഒന്ന് മൗനമായി പ്രാർത്ഥിച്ച് നീട്ടി നിന്ന് ഒരു നിമിഷം തുടങ്ങും. എന്താ അറിയോ, നമ്മളൊരു തെങ്ങ് വെച്ചു അല്ലെങ്കിൽ ഒരു മാവോ പ്ലാവോ വെച്ചു, അതിങ്ങനെ കായ്ക്കുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നട്ട് നനച്ച് വളർത്തിയിട്ട് അങ്ങനെ കായ്ക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതിനെ മുൻകൈ എടുത്ത ഇതിൻ്റെ സാരഥികളെ ഓർഗനൈസേഷനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം കൂട്ടായ്മകൾ ആവശ്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ജീവിതയാത്ര തുടങ്ങി, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പലരും നമ്മെ ഈ ലോകത്ത് തന്നെ വിട്ടുപോയി. പലരും ഉയരങ്ങളിലേക്ക് എത്തി, പലർക്കും അതിനെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൗർഭാഗ്യമാണ്, ഒരു മനുഷ്യന്റെ വിധികളാണ്. അപ്പൊ ഈ കൂട്ടായ്മയുടെ പ്രധാന ഉദ്ദേശം രണ്ട് ഗുണമാണ് ഇതിനുള്ളത്. ഒന്ന്, നമ്മളുടെ പിന്നിലായി പോയ ആളുകളെ നമ്മളൊപ്പം കൊണ്ടുവരാം. സൗദി അറേബ്യയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു ഓട്ടക്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ വേഗമെന്ന് പറയുന്നത് അതിലേറ്റവും പിന്നിലുള്ള ഓട്ടാത്തിൻ്റെതാണ്. കാരണം ഈ ഓട്ടത്തിന് ഇട്ട് പോകാൻ പറ്റുമല്ലോ. മുന്നിൽ ഓടുന്ന ആൾ വലിയ സ്പീഡുള്ള ആളാവും, പക്ഷേ ബാക്കിലുള്ള ഓട്ടക്കുട്ടീനെ ഇട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ടീമിന്റെ സ്പീഡ് എന്താവും? ആ ബാക്കിലുള്ള ഓടുന്ന ആളുടെ സ്പീഡാവും. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവരെ നമ്മോടൊപ്പം കൂട്ടുവാൻ, അവർക്ക് ശോഭനമായൊരു ഭാവി നൽകുവാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ളൊരു ഒന്നാം നമ്പർ വേദിയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നത് അഡോളസെന്റ് ഏജിലാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷെ അതൊരു സൈക്കോളജിയാണ്. നമ്മളെ ഒരു 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ നമ്മൾക്ക് രൂപപ്പെടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിന് തുല്യമായിട്ടൊന്നുമില്ല. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. കുട്ടിപ്രായമാണ് നമ്മളുടെ ഏറ്റവും സമ്പന്നമായ, അതായത് സന്തോഷ സമ്പന്നമായ പ്രായം. എന്താ അറിയോ, നമ്മളൊരു തെങ്ങ് വെച്ചു അല്ലെങ്കിൽ ഒരു മാവോ പ്ലാവോ വെച്ചു, അതിങ്ങനെ കായ്ക്കുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നട്ട് നനച്ച് വളർത്തിയിട്ട് അങ്ങനെ കായ്ക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതിനെ മുൻകൈ എടുത്ത ഇതിൻ്റെ സാരഥികളെ ഓർഗനൈസേഷനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം കൂട്ടായ്മകൾ ആവശ്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ജീവിതയാത്ര തുടങ്ങി, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പലരും നമ്മെ ഈ ലോകത്ത് തന്നെ വിട്ടുപോയി. പലരും ഉയരങ്ങളിലേക്ക് എത്തി, പലർക്കും അതിനെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൗർഭാഗ്യമാണ്, ഒരു മനുഷ്യന്റെ വിധികളാണ്. അപ്പൊ ഈ കൂട്ടായ്മയുടെ പ്രധാന ഉദ്ദേശം രണ്ട് ഗുണമാണ് ഇതിനുള്ളത്. ഒന്ന്, നമ്മളുടെ പിന്നിലായി പോയ ആളുകളെ നമ്മളൊപ്പം കൊണ്ടുവരാം. സൗദി അറേബ്യയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു ഓട്ടക്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ വേഗമെന്ന് പറയുന്നത് അതിലേറ്റവും പിന്നിലുള്ള ഓട്ടാത്തിൻ്റെതാണ്. കാരണം ഈ ഓട്ടത്തിന് ഇട്ട് പോകാൻ പറ്റുമല്ലോ. മുന്നിൽ ഓടുന്ന ആൾ വലിയ സ്പീഡുള്ള ആളാവും, പക്ഷേ ബാക്കിലുള്ള ഓട്ടക്കുട്ടീനെ ഇട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ടീമിന്റെ സ്പീഡ് എന്താവും? ആ ബാക്കിലുള്ള ഓടുന്ന ആളുടെ സ്പീഡാവും. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവരെ നമ്മോടൊപ്പം കൂട്ടുവാൻ, അവർക്ക് ശോഭനമായൊരു ഭാവി നൽകുവാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ളൊരു ഒന്നാം നമ്പർ വേദിയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നത് അഡോളസെന്റ് ഏജിലാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷെ അതൊരു സൈക്കോളജിയാണ്. നമ്മളെ ഒരു 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ നമ്മൾക്ക് രൂപപ്പെടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിന് തുല്യമായിട്ടൊന്നുമില്ല. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. കുട്ടിപ്രായമാണ് നമ്മളുടെ ഏറ്റവും സമ്പന്നമായ, അതായത് സന്തോഷ സമ്പന്നമായ പ്രായം. സഹപ്രവർത്തകരെ,
സദസ്സിലുള്ള പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, 2004-2005 ബാച്ചിലെ സ്നേഹസമ്പന്നരായ എൻ്റെ പ്രിയ പഴയകാല വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ 2004-2005 വർഷത്തിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് നമ്മുടെ സ്ഥാപനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹയർ സെക്കൻഡറി സെക്ഷനും കൂടെ 2010 കൂടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ 2004-2005 ബാച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച കായിക പ്രതിഭ കുഞ്ഞു മുഹമ്മദിനെയാണ് ഓർക്കുന്നത്. അതോടൊപ്പം ഒരുപാട് ജീവിതത്തിൻ്റെ ഉത്തുംഗ മേഖലയിൽ എത്തിച്ചേർന്ന ഡോക്ടേഴ്സ്, അതുപോലെ എഞ്ചിനീയേഴ്സ്, അധ്യാപകര്, വിദഗ്ധ തൊഴിലാളികൾ, അതുപോലെ ആരോഗ്യ പ്രവർത്തകര്, എല്ലാ മേഖലകളിലും സജീവമായ പങ്കാളിത്തമുള്ള ഒരു ബാച്ചാണ്, അല്ലെങ്കിൽ വളർന്ന് വലുതായപ്പോൾ പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളൊരു ബാച്ചാണ് നിങ്ങളുടെ ബാച്ച് എന്ന് അറിയുന്നതിലും അതേപോലെ തന്നെ കാണുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഒത്തുകൂടൽ ഉണ്ടാക്കിയതിൽ വളരെ സന്തോഷം. ചെറുപ്രായത്തിൽ തന്നെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ഡോക്ടറാവുക എന്ന സ്വപ്നത്തെ കഠിന പരിശ്രമത്തിലൂടെ സാക്ഷാത്കരിച്ച നമ്മുടെ കൂട്ടുകാരി ഡോക്ടർ ബേബി സസ്നയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തത്, ഇന്നത്തെ തലമുറയെ വാർത്തെടുക്കുന്ന മിടുക്കനായ ഒരു അധ്യാപകൻ, വിവര സാങ്കേതിക രംഗത്ത് മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തി, കുട്ടികൾക്കും അധ്യാപകർക്കുമായി മികച്ച ഒരു പഠന സഹായിയായ ഒരു ആപ്ലിക്കേഷൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത നമ്മുടെ സഹപാഠി ശ്രീ ഹാരിസ് മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജയശ്രീ ടീച്ചറുടെ 2 വാക്ക് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും കാതോർക്കാം. വേദിയിലും സദസ്സിലുമുള്ള ജ്യേഷ്ഠ സഹോദരങ്ങളായ എൻ്റെ സഹപ്രവർത്തകരെ, അതിലുപരി എൻ്റെ പ്രിയമുള്ള കുട്ടികളെ, വളരെ സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിന് സാക്ഷ്യമാണ് ഇന്നത്തെ ഈ വേദി. നമുക്കറിയാം, ഇതിൻ്റെ പിന്നിൽ കുറേ പേരുടെ പ്രയത്നമുണ്ട്. പൂർണ്ണമായിട്ടില്ല. 400 ചില്ലാൻ കുട്ടികളുണ്ടായിരുന്നു ആ ബാച്ചിൽ. പക്ഷെ നമുക്കിവിടെ എത്തിയത് നമുക്ക് ഈ ഹാളിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ. ഇനി പക്ഷെ യാതൊരു സംശയമില്ല, അത് വളരും. കാരണം ഇപ്പോൾ കുറച്ച് പേരുടെ പ്രയത്നത്തിൻ്റെ കൂട്ടായ്മയാണിത്. ഇനി ഇവിടെ വന്ന എല്ലാവരും അത് പ്രയത്നിക്കും. മാത്രമല്ല, ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ എന്തായാലും വരും. ഇന്ന് നമ്മൾ രാവിലെ വന്നവരോട് പറഞ്ഞു, സസ്ത എന്തായാലും വരില്ല, അവൾ പ്രസവിച്ച് കിടക്കാനാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ
കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞ് ഓഫീസിൽ നമ്മുടെ കാരണവരായിട്ട് അവിടെ കാവലിനുണ്ട് ഓഫീസിൽ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വരും. പിന്നെ വളരെ കുറച്ച് വിഭാഗമുണ്ട്, അത് നമ്മൾ കാരണം കിട്ടാൻ ഒഴിഞ്ഞ മാറാൻ നിൽക്കുന്നത് അവരുടെ ഹാബിറ്റാണ്, അവരെ നമ്മൾ കണക്കാക്കണ്ട. പക്ഷെ ഭൂരിഭാഗം നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എത്തും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് ഞങ്ങളുടെ ഒന്നും പ്രസംഗത്തിനൊന്നുമല്ല ഇവിടെ പ്രസക്തി ഉള്ളത്, നിങ്ങളുടെ ദിവസമാണല്ലോ. നേരത്തെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു ഓർമ്മച്ചെപ്പുകളിൽ കുറേ വളക്കിലുക്കങ്ങളുണ്ടെന്ന്. ആ വളക്കിലുക്കൊക്കെ പാടുന്ന കിരുക്കിയിട്ട് പുറത്തേക്ക് ഇടാനുള്ള ദിവസമാണ്. അപ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് തന്നെയാണത് ഉപയോഗിക്കേണ്ടത് ഈ കൂട്ടായ്മയുടെ. കാരണം അന്ന് ഒളിച്ചു വെച്ച പറയാൻ ബാക്കി വെച്ചതൊക്കെ ഉണ്ടാവും ഇപ്പോൾ പറയാൻ. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ദിവസമാണ്. അതിൽ ഒരു പോരായ്മ നിങ്ങൾക്ക് ഉണ്ട്, എനിക്കറിയാം. കാരണം സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിച്ച ക്ലാസ് റൂം, സ്കൂളിൻ്റെ അങ്കണം, അതിൻ്റെയൊക്കെ അതാണ് ആ ഒരു വട്ടം കൂടി പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്താൻ. അപ്പോൾ അവിടെ തന്നെ നയവിറക്കാൻ ഉള്ള ആഗ്രഹം കുറേ എന്തായാലും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവിടെ നമ്മുടെ പരീക്ഷ നടത്തിപ്പുമായി ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വേദി ഒന്ന് മാറ്റിയതാണ്. പക്ഷെ അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വേദി ഒന്നും കാണില്ല. ഇത് നമ്മുടെ സ്കൂളിൻ്റെ പുരോഗമനത്തിൻ്റെ നമ്മൾ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായിട്ടുണ്ടാവും. ഈ ഒരു സെക്ഷൻ നമ്മുടെ സ്മാർട്ട് റൂമും ആ ഒരു സെക്ഷൻ നമ്മുടെ വിപുലമായി കൊണ്ടിരിക്കുന്ന ലൈബ്രറിയാണ്. അതിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ എല്ലാ ബാച്ചുകാരും ഇതേപോലെ അറിയിക്കും. ആ സമയത്ത് നിങ്ങൾ എത്തണം. അതുമാത്രമല്ല നിങ്ങളുടെ എല്ലാ സഹകരണം, സാന്നിധ്യവും സഹായങ്ങളും ഒക്കെ നമ്മുടെ ഈ ലൈബ്രറി വിപുലീകരണത്തിന് ആവശ്യവുമാണ്. എല്ലാവരും ഉണ്ടാവുമെന്നറിയാം. അപ്പം അതുകൊണ്ട് ഈ പിൻഭാഗം സാധാരണ ഊണ് കഴിഞ്ഞാൽ ഈ ബാക്കിലൊന്ന് നടന്ന് കാണുകയുള്ളൂ, ഗ്രൗണ്ടും ഇതൊക്കെ. ഇങ്ങോട്ട് ഹയർ സെക്കൻഡറിക്കൊന്നും ആരും എത്തില്ല. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായി ഇത് നിങ്ങൾ കയറിയല്ലോ, അതിൽ ഞാൻ സന്തോഷവതിയാണ്. നിങ്ങളെ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും, കാരണം ഇപ്പോൾ ഞങ്ങളുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളും. അമ്മമാരാണ്, കുടുംബം പുലർത്തുന്നവരാണ്, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. ഒക്കെ വളരെയധികം സന്തോഷം. എല്ലാ ജോലിയും മികച്ചത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുമാത്രമല്ല, എങ്കിലും അത് കൂടുതൽ പ്രയത്നിച്ച് കൂടുതൽ മികവുള്ളവരെ ആദരിക്കുന്നൊരു ചടങ്ങ് ഇത്ര കാലം ഉണ്ടായ ഈ ഓർമ്മ പുതുക്കുന്ന പരിപാടികൾ ഉണ്ടായില്ല. വളരെ സന്തോഷം. അത് അത്തരത്തിലുള്ളൊരു പ്രോത്സാഹനം നിങ്ങളുടെ ഏറ്റവും ഇവർക്ക് കിട്ടിയവർക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടിയാലും നിങ്ങളിൽ നിന്ന് കിട്ടിയ ഈ ഉപഹാരം അവർക്ക് വളരെ സന്തോഷം നൽകുന്നതായിരിക്കും, യാതൊരു സംശയമില്ല. എൻ്റെ ഒപ്പമുള്ളവർ തന്നു, അതിനൊരു അഭിമാനം തന്നെയാണ്, വേറെ ഏത് വേദിയിൽ നിന്ന് കിട്ടിയേക്കാണ്. അപ്പോൾ അത് ഏതായാലും അങ്ങനെ ഒരു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വളരെയധികം ആലോചിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു വേദി ഉണ്ടാക്കി. മാത്രമല്ല, ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഹാരിസ് ഇവിടെ പറഞ്ഞു. കുറേ നന്മയുടെ പൂച്ചെണ്ടുകൾ വിത്ത് പാകുകയാണ് നിങ്ങളിതിൽ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും പൂക്കും, യാതൊരു സംശയവുമില്ല. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും വളരെയധികം ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. പ്രിയ സഹപ്രവർത്തകരായിരുന്ന അധ്യാപക സുഹൃത്തുക്കളെ, അതുപോലെ അന്നത്തെ തന്നെ ഇന്നൊക്കെ എല്ലാവരും വയസ്സായി, ഇപ്പം എന്ത് വിളിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സുഹൃത്തുക്കളെ എന്ന് വിളിക്കാം അല്ലേ? അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മക്കളെ എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന്, അതിനെ ഞങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചതിന് ആദ്യമായി സന്തോഷം അറിയിക്കുകയാണ്. ഈ കൂട്ടായ്മകളുടെ ഒരു ഫലം എന്ന് പറയുന്നത് ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് തന്നെ അധ്യാപകരെ വീണ്ടും കാണാനും, അതുപോലെ ഞങ്ങളന്ന് പഠിപ്പിച്ച കുട്ടികളെ, പല പല നിലകളിലെത്തിയ ആളുകളെ
കാണാനും പരിചയം പുതുക്കാനും ഓർമ്മിക്കാനുമുള്ള ഒരു വേദിയാണ് നിങ്ങൾ ഇന്നൊരുക്കിയിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം 2 മാസം മുമ്പ് ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് കുട്ടികളെ ഉള്ളതിൽ, പക്ഷെ അവരെ സംഘടിപ്പിക്കാൻ തന്നെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും അത് വിജയകരമായി നടത്താനായിട്ട് സാധിക്കും. ഞങ്ങളൊക്കെ പ്രായമായിട്ടോ, കുറേ വയസ്സായ ആളുകൾ, അസുഖമായ ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയണം. അപ്പോൾ അവരൊക്കെ സംഘടിപ്പിച്ച് നന്നായിട്ട് നടത്താൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇത് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും ഇത് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ നിങ്ങൾ കൂടുക. ഈ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ എന്താ ഗുണമെന്നറിയോ? സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെ തോന്നി. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടും. എല്ലാവരും കുടുംബവും പ്രാരാബ്ദം ഇതൊക്കെയായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വന്ന് നിങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉന്മേഷവും ഉഷാറും ഇനിയുള്ള കുറച്ച് നാളുകൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച ഒരു ഗുണം, വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇവിടുന്ന് പഠിച്ചു പോകുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലേ കൺസൾട്ട് ഫീ ഒന്നും കൊടുക്കണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം എനിക്ക് ചെവിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ആദ്യം തന്നെ സസ്നയുടെ പേരാണ്. അപ്പോൾ സസ്നേനെ വിളിച്ചു. സസ്ന പറഞ്ഞു, സാറേ എന്നെ പോലെ ചെയ്താൽ മതി, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്നു. അതുപോലെ ഇന്നലെ നമ്മുടെ കച്ചേരിപ്പറമ്പിലൊരു ഡോക്ടർ സുരേഷ് ഉണ്ട്. സുരേഷിനെയാണ് ഞാൻ, ഷുഗറിൻ്റെ ചെറിയ കുഴപ്പമുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് സുരേഷിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സുരേഷ് ഫീസൊന്നും വാങ്ങില്ല. അങ്ങനെ ഒരു വളരെയധികം സന്തോഷങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഇതിൽ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, അധ്യാപകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഗുണം നിങ്ങളെ എന്നും ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങളായി, 17 വർഷമായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട്. കുറേ പേരെ കാണും, ഈ ഫേസ്ബുക്ക് വാട്സപ്പുകളിലുണ്ട്. കുറേ പേരെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്, പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ നേരിൽ കാണുന്നത് 17 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിന് വളരെയധികം സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ചിലവർ കണ്ടുവഴിക്കാൻ പറഞ്ഞു, അന്നത്തെ അടിയുടെ വേദനയുണ്ട് സാറേ എന്ന് പറഞ്ഞു. അന്നത്തെ അടിയുടെ വേദന ഇന്നത്തെ മധുരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മധുരമാണ്. അന്ന് അടിച്ച കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുള്ളത്. കാരണം അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. പുറത്ത് പോകുമ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും ഇതൊക്കെ വരുമ്പോൾ അവർക്കും ഒരു ഫാമിലി വരുമ്പോൾ നമ്മളന്ന് ചെയ്തത് അവരെ കരുതി കൂടിയല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് ചെറിയ ശിക്ഷ കൊടുക്കാനുള്ളൂ. അത് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെടും, പിന്നീട് ബോധ്യപ്പെടും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മളോടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എന്നെയൊക്കെ വിളിക്കുന്നത് നിങ്ങൾ, അല്ലേ? ചിലപ്പോൾ ആ ഭാഷ വേണ്ട നോക്കുക, അയാളെന്ന് പറയാലോ. അതുപോലെ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ, എല്ലാവരോടും സൗഹൃദം കൊടുക്കാൻ കഴിഞ്ഞാൽ ഇനിയുള്ളതുപോലെയുള്ള കൂട്ടായ്മകൾ നിങ്ങൾ സംഘടിപ്പിക്കണം. പിന്നീടുള്ള സമയങ്ങളിൽ എല്ലാവരെയും ഒരുമിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ് പലരും പ്രവാസികളായിട്ട് പോയിട്ടുണ്ട്, പലരും പല ജോലിക്ക് പോയിട്ടുണ്ടാവും. എന്തുതന്നെയായാലും കുറേ പേരൊക്കെ ഇതിൽ പങ്കെടുക്കുകയും അത് നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് സന്തോഷകരമാണ്. കുട്ടികൾ പലർക്കും 4 കുട്ടി 3 കുട്ടി എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടവരൊക്കെ. എല്ലാവരും നന്നായിട്ട് വളരട്ടെ. അവരെയൊക്കെ നല്ല മനുഷ്യരായി വളർത്തണം. നമ്മുടെയൊക്കെ സ്കൂളിൻ്റെ പ്രത്യേകതയൊക്കെ അറിയാലോ. ഒരു ബെഞ്ചിലിരുന്നാണ് ജോർജും രാമനും മുഹമ്മദൊക്കെ ഇരുന്ന് പഠിച്ചത്. അതിൻ്റേതായ ഒരു കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരന്തരം പുലർത്തണം. അതാണ് മനുഷ്യത്വം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ മനുഷ്യനാവാനായിട്ട് മക്കളെയും പഠിപ്പിക്കുക, നിങ്ങളും അതിൽ കൂടുതൽ മുന്നോട്ട് വരിക. ഇനി ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ, എൻ്റെ വിദ്യാർത്ഥികളെ, 17 വർഷം മുമ്പ് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സഹപാഠികളാണ് ഇന്ന് യുവാക്കളും യുവതികളുമായി ഈ സദസ്സിൽ ഇരിക്കുന്നത്. നിങ്ങളെല്ലാം വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്.
ജീവിതത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം എന്നും നമ്മുടെ ഓർമ്മച്ചെപ്പിൽ വളപ്പൊട്ടുകൾ പോലെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. അന്നത്തെ കുസൃതികളും പരിഭവങ്ങളും ചിരികളും എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നായി ഓർത്തെടുത്തുകൊണ്ടേയിരിക്കും. ഇന്നെല്ലാവരും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്നവരാണ്. എല്ലാവർക്കും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഗൾഫ് രാജ്യങ്ങളിൽ പലരും ജോലി ചെയ്യുന്നുണ്ട്. എന്നാലും ഒരുമിച്ച് കൂടുവാൻ മുമ്പ് പഠിച്ച വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടുന്ന ആ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു നാടകമാണ്. ജീവിതമാകുന്ന നാടകത്തിൽ 7 ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. പ്രശസ്ത ഇംഗ്ലീഷ് കവിയായിരുന്ന വേഴ്സ്വർത്ത് ഈ 7 സ്റ്റേജസിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഭാരതീയ ഋഷിമാര് ഹൈന്ദവ പുരാണങ്ങളിലെ ജീവിതത്തിൽ 4 ആശ്രമങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത്. കൗമാര സ്റ്റേജ് കഴിയുന്നത് വരെ ബ്രഹ്മചാരി ആയിരിക്കണം. അതായത് ജനിച്ചു കഴിഞ്ഞാൽ കൗമാരം കഴിയുന്നത് വരെ ബ്രഹ്മചര്യം. അത് കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യം, വിവാഹം കഴിഞ്ഞ് ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കഴിയുന്ന കാലഘട്ടത്തെയാണ് ഗാർഹസ്ഥ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തത് വാനപ്രസ്ഥാണ്. കുടുംബഭാരമൊക്കെ മക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പുണ്യസ്ഥലങ്ങളും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അവസാനം യാത്ര ചെയ്യാനൊക്കെ പറ്റാത്ത കാലഘട്ടം വരുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതാണ് 4ാമത്തെ ഘട്ടം. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ മോക്ഷത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ഘട്ടത്തെയാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ ഘട്ടം ശൈശവമാണ്. അവിടെ ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ ഉള്ള ഒരു വ്യത്യാസമില്ല. ശിശു എന്നാണ് പറയുന്നത്. 1 മുതൽ ജനിക്കുമ്പോൾ മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ശിശുക്കളായി നാം കാണപ്പെടുന്നത്. അവിടെ വേർതിരിവില്ല. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ആകുമ്പോൾ ബാലനും ബാലികയുമായി മാറുന്നു. അവിടെ വേർതിരിവായി. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ കുമാരനും കുമാരിയുമായി മാറുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കുട്ടികൾക്കുണ്ടാകുന്ന ആ മാറ്റങ്ങൾക്കനുസരിച്ച് അവിടെ വേർതിരിവ് വരികയാണ്. പിന്നെ യൗവനാണ്. യൗവന കാലഘട്ടത്തിലെ ആണ് ഗാർഹസ്ഥ്യത്തിലേക്ക് നാം കടക്കുന്നത്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ പ്രായമായി, മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകാം. അതുപോലെ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, ഇതെല്ലാം മക്കളെ കുടുംബഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞാലാണ് ഇതിനൊക്കെ നമുക്ക് പോകാനുള്ള ഒരവസരം ലഭിക്കുന്നത്. അതും കഴിഞ്ഞാൽ ഭാരതീയ സന്യാസിമാർ പറയുന്ന സന്യാസം, മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇങ്ങനെ ജീവിതത്തെ ഒരു നാടകമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കവിതയുണ്ട്. ഈ ലോകമെല്ലാം ഒരു നാടകം പോൽ മാലോകരെല്ലാം അതിലെ നടന്മാർ, ഓരോരോ നാളും നടനം നടത്തും ഏഴംഗമുണ്ട് ഈ നരനാടകത്തിൽ. അപ്പൊ മനുഷ്യജീവിതമാകുന്ന നാടകത്തിൽ 7 അംഗമാണുള്ളത്. ഓരോ കാലഘട്ടത്തിലും നാം അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അഭിനയം നമ്മുടെ ജീവിതാവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു പോയിട്ട് വർഷങ്ങളായെങ്കിലും വീണ്ടും ഒന്ന് കണ്ടുമുട്ടാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഈ സുവർണ അവസരം എല്ലാവരുടെ ഹൃദയത്തിലും സന്തോഷം പകരുന്നതായിത്തീരും. എല്ലാവർക്കും വളരെയധികം നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കരുതലും ഏറ്റുവളർന്ന ഞങ്ങൾ വർഷങ്ങൾക്കപ്പുറം ഒരു ഒത്തുകൂടലിലാണ്. ഇന്ന് നടക്കുന്ന ഈ ഒത്തുകൂടൽ ഞങ്ങളെ ഞങ്ങളാക്കിയ ഗുരുക്കന്മാരില്ലാതെ പൂർണ്ണമാവില്ല.
പണ്ട് പഠിക്കണം എന്ന് പറഞ്ഞ് ടീച്ചർ കാണിച്ച ആ വാശി ഞങ്ങൾ തിരിച്ചു പ്രയോഗിക്കുകയാണ്. ടീച്ചർ അടുത്ത വർഷം ഇതുപോലെ സൗഹൃദ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ നിർബന്ധമായും വരണമെന്ന് അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കൂടി ഒത്തുകൂടി കണ്ടപ്പോൾ പണ്ടത്തെ ആ ബാല്യത്തിലെ ആ കുട്ടിത്തുള്ള ശരിയാണ് ഇന്നും പലരുടെ മുഖത്തും എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ ദുർലഭം പേരുടെ മുഖത്ത് മാത്രമേ ആ ഭാവമാറ്റുള്ളൂ. അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അതിൽ എന്നെ നിങ്ങൾ വന്ന് വിളിച്ച് വീട്ടിൽ വന്ന് വിളിച്ച് ഇവിടെ എത്തിച്ചതിൽ അതിലേറെ സന്തോഷം. എന്നും ഈ സ്നേഹം നിങ്ങളുടെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഉപഹാരം സ്വീകരിക്കുന്നതിനായി ഹസമാഷെ ക്ഷണിക്കുന്നു. കാലച്ചക്രത്തിൽ ജീവിത സാഹചര്യങ്ങൾ പലതായി മാറിയിട്ടും മായാതെ മനസ്സിൽ സൂക്ഷിച്ച സൗഹൃദം ഒരിക്കൽ കൂടി പൂവണിക്കാൻ നമുക്ക് ഒത്തുചേരാം. ഉപഹാരം നൽകുന്നതിനായി കുഞ്ഞു മുഹമ്മദിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം സ്വീകരിക്കുന്നതിനായി കരുണാകരൻ സാറെ പ്രൊഫസറെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ഷിഹാബിനെ ക്ഷണിക്കുന്നു. ഷിഹാബ്, VT ഷിഹാബ്. VT ഷിഹാബ്. അടുത്തതായി ഉപഹാരം സ്വീകരിക്കുന്നതിനായി വത്സല സാറെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി റഷീദ. ഷാഹിന. അടുത്തതായി ജയശ്രീ ടീച്ചറെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ഷമീലയെ. അടുത്തത് ഉപഹാരം സ്വീകരിക്കുന്നതിനായി രമണി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നതിനായി സൈനു. അടുത്തതായി ഹമീദ് മാഷ്, PK ഹമീദ് മാഷ് ക്ഷണിക്കുന്നു. നൽകുന്നതിനായി സസ്ന. റഷീദ.
അടുത്തതായി ഉപഹാരം സ്വീകരിക്കുന്നതിനായി അഷ്റഫ് മാഷെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി റാഷിദ്. അടുത്തതായി സെയിൻ ലാബ് മാഷെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിനായി സിറാജ്. അടുത്തതായി ബിന്ദു ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൃഷ്ണേന്ദു, 10C ക്ലാസ്സിലെ കൃഷ്ണേന്ദു മുന്നോട്ട് വരണം. അടുത്തതായി നമ്മുടെ സ്കൂളിലെ അച്ഛൻ ശ്രീധരൻ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ഹസീനെ ക്ഷണിക്കുന്നു. അടുത്തതായി അതിന് സ്വീകരിക്കുന്നതിനായി രതി ടീച്ചറെ പൂർവ്വം ക്ഷണിക്കുന്നു. വിജേഷ്. അടുത്തതായി നമ്മുടെ സൽമ ടീച്ചറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ജാഫർ മാഷെ ക്ഷണിക്കുന്നു. അടുത്തതായി ഹൈറനിസ് ടീച്ചറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ലിജി വിൽസൺ. അടുത്തതായി അതിനെ സ്വീകരിക്കുന്നതിനായി ദീപ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ഷാനിഷാദിനെ.
അടുത്തായി ആദരം സ്വീകരിക്കുന്നതിനായി അമൃത ടീച്ചറെ ഇതുപോലും ക്ഷണിക്കുന്നു. നൽകുന്നതിനായി നിസാറിനെ. അടുത്തായി നമ്മുടെ അമ്പിളി ടീച്ചറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിനായി സുഫൈറ മുന്നോട്ട് വരണം. സന്തോഷകരമായിരുന്നു. എന്തായാലും താങ്ക് യു. അപ്പോൾ പോകാനെന്ന് കഴിക്കണം. ഓക്കെ ഓക്കെ, വേറൊരു പരിപാടികളുണ്ട് കേട്ടോ. ശരിയല്ലോ. സഹപ്രവർത്തകരെ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ, ആദ്യമായി നിങ്ങൾക്ക് 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നൽകിയ ഉപഹാരത്തിന് 1000 നന്ദി. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത ഈ ഓർമ്മച്ചപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഇങ്ങനൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ കുറേ പ്രയാസങ്ങളുണ്ടാവും. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ എനിക്ക് തോന്നുന്നത് ആൺകുട്ടികൾക്കാണ് ഏറ്റവും വലിയ മാറ്റം തോന്നുന്നത് പെൺകുട്ടികളെക്കായും. കാരണം ഒക്കെ വലിയ താടിക്കാരും ആരെയും മനസ്സിലാവുന്നില്ല. എന്നാൽ പെൺകുട്ടികൾ പിന്നെയും കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഏതായാലും സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ പറയുന്നത് അസമാഷൊക്കെ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഒരു ചാരിറ്റി പ്രവർത്തനമായിരിക്കണം ഈ ഗ്രൂപ്പ് കൊണ്ടും ഈ ഓർമ്മച്ചപ്പ് കൊണ്ടും നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കുറേ ആൾക്കാർ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. അവർക്ക് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെയും നിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളോട് സംവദിക്കുന്നതിനായി നമ്മുടെ മുൻ എച്ച്.എം. രമണി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സഹകരിക്കുന്ന സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്ക് ഏറെ സന്തോഷമുള്ള നിമിഷമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ചേരാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഒരുക്കി തന്നതാണ്. അത് ഒരുക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ ഈ ബാച്ചിലുള്ള വിദ്യാർത്ഥികളെ വ്യത്യസ്ത തലങ്ങളിലെത്തിയവരാണ്. അവരുടെ എല്ലാം കൂട്ടായ്മ കൊണ്ട് നമ്മൾ എന്തെങ്കിലും സദുദ്ദേശത്തോടു കൂടി ആയിരിക്കും നിങ്ങൾ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, നിങ്ങൾ എന്നെ ഇങ്ങനെ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതേപോലുള്ള ചടങ്ങുകളിലൊക്കെ ഹൈസ്കൂളിൽ അധ്യാപകരെ മാത്രമേ ഓർക്കാറുള്ളൂ, വിളിക്കാറുള്ളൂ. പിന്നെ ഈ ബാച്ചിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തതിൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ കൂട്ടായ്മ കൂടിയാണ്. അപ്പോൾ അതിന് ആ കുട്ടികളെ കുറച്ച് പേരെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ കൂട്ടായ്മകൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ കൂടി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥനയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, ഞാൻ സുദീർഘമായ പ്രസംഗത്തിനൊന്നും പോരുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാം ഞാൻ മൂന്നാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ വളരെയധികം അഭിനന്ദിക്കുന്നു. നിങ്ങളെയൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നേരിട്ട് കാണാൻ പറ്റിയതിൽ
വളരെയധികം സന്തോഷം. പിന്നെ മാഷൊക്കെ പറഞ്ഞ പോലെ തന്നെ ബോയ്സിനെ തിരിച്ചറിയുന്നതിനാണ് ബുദ്ധിമുട്ട്. പലരും കൊമ്പും മീശയും താടിയൊക്കെ വെച്ചപ്പോൾ, പക്ഷേ മിക്ക ഗേൾസിനും വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും പല മേഖലകളിൽ എത്തിപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. അതുപോലെ പിന്നെ ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നിർമ്മാണ മേഖലകളാണെങ്കിലും ബിസിനസ് മേഖലകളിലൊക്കെ നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളാണ്. അതിലുപരി വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള കുറേ വീട്ടമ്മമാരുണ്ടാവും. അപ്പം എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നതിനെ ഹമീദ് മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള കോട്ടപ്പാടത്തിൻ്റെ ഈ സരസ്വതി ക്ഷേത്രത്തിലെ പ്രിയപ്പെട്ടവർ, ഒരു 18 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും നിങ്ങൾ ആ സ്നേഹ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയോട് ഒരുക്കിയിരിക്കുകയാണ്. മെയ് 7 എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനമാണ്. നിങ്ങൾ എന്നും സ്മരിക്കപ്പെടുന്ന ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് എന്തായാലും ഈ 18 വർഷക്കാലത്ത് നിങ്ങളുടെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. കാരണം നിങ്ങളോടൊപ്പം ഞാൻ എന്നുണ്ട്. മിക്കവാറും കുഞ്ഞുമുഹമ്മദാവട്ടെ, ആരിസാവട്ടെ, നാഷിദാവട്ടെ, അതുപോലെ തന്നെ എല്ലാ ആളുകളും ശസ്നിയും ഒക്കെ നിരന്തരം എന്നോട് ബഷീറൊക്കെ തന്നെ സംവദിക്കുന്ന ആളുകളാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നും ഒരു കൂട്ടുകാരനായി തന്നെ, ഒരു ഗുരുനാഥൻ എന്നതിലുപരിയായി നിങ്ങളുടെ തോളോട് തോളുകളിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള എന്നെ സംബന്ധിച്ച് സന്തോഷമാണ്. ഈ കൂട്ടായ്മ ഞാൻ നേടുന്നില്ല. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. അടുത്തായി നമ്മോട് സംസാരിക്കുന്നതിനായി ദീപ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ കുട്ടികൾക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന കുട്ടികൾക്കും നമസ്കാരം. ഞാൻ ഈ കൂട്ടായ്മയെ കുറിച്ച് കുറച്ച് കാലമായി അറിയാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ 10 വയസ്സായിരുന്നു എൻ്റെ ക്ലാസ്. അപ്പോൾ 8 മുതലേ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെ ആയിരുന്നു അതിൽ. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ എനിക്ക് ഇതിൽ വരാതിരിക്കാൻ തീരെ കഴിയില്ല. 8, 9, 10 എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളായിരുന്നു മിക്കവാറും 10ാം ക്ലാസ്സിൽ. പക്ഷേ കുറച്ചാൾ കൂടി ചേർന്നത് മാത്രം 10ലെത്തിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്ക് നല്ലൊരു സങ്കടമുണ്ട്. ഈ വിവരങ്ങളൊക്കെ എന്നെ കൃത്യം അറിയിച്ചിരുന്ന മുജീബ്, സൈഫുനീസ, അവരൊന്നും ഇവിടെ ഇല്ലാത്തത് ഭയങ്കര വിഷമമുണ്ട്. ഇന്നലെ കൂടി സൈഫുനീസ എനിക്ക് മെസ്സേജ് അയച്ചു, ടീച്ചർ മറന്നിട്ടില്ലെന്ന് ചോദിച്ചു. അവരുടെ അഭാവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേടിയാണ്. എല്ലാവരെയും കണ്ടപ്പോൾ ഷാഹിനെയും ഹസീനെയും അതേപോലെ സജീനെയൊക്കെ ഓടി വന്നപ്പോൾ എനിക്ക് പണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് അവർ കളിച്ചിട്ട് ഓടി വന്നിരുന്ന പോലെ തോന്നി. അല്ല, ഷാഹിനെ എങ്ങനെ നിങ്ങൾ മറക്കുക, ഒപ്പനയ്ക്കും തിരുവാതിരക്കലയ്ക്കൊക്കെ നിങ്ങൾ തോന്നിയിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതില്. സാദിത്തിനെ കണ്ടു. അങ്ങനെ അൽത്താഫിനെ കുറേ മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എവിടെയെന്ന്. അപ്പൊ വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. എല്ലാവരെയും കണ്ടതില് വളരെ സന്തോഷം. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, സദസ്സിലിരിക്കുന്ന അധ്യാപകരെയും എൻ്റെ മക്കളെയും കണ്ടതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ എൻ്റെ സംഘടനയുടെ നന്ദി അറിയിക്കുന്നു. 3 പേര് വീട്ടിൽ വന്നു. ഷാനിഷാദ്,
പറഞ്ഞെടുക്കുന്നുള്ള കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും ഞാൻ വന്ന് പരിചയപ്പെട്ടവരൊക്കെ എല്ലാവരും ഓരോ മേഖലയിൽ എത്തി, എല്ലാവരും ഓരോ തൊഴിലെടുക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഭാവിയിലും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്പഴ ടീച്ചർ 2 ദിവസം. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങള് ഈ മെയ് 7 എന്ന് പറയുന്ന ഡേറ്റ് വീട്ടിൽ വന്ന സമയത്ത് തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മെയ് 7 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് ഈ ഓപ്പർചെപ്പ് എന്ന് പറയുന്ന ഈ സൗഹൃദ സംഗമത്തിൽ ഞാനിവിടെ എത്തിയിരിക്കും. എല്ലാവരും ഒന്ന് കാണണം. കാരണം ഇത്രയും ത്യാഗം സഹിച്ച് ഈ 3 പേര് വീട്ടിൽ വന്ന് കയറിയപ്പോ ഈ കുട്ടികൾക്ക് എത്രമാത്രം ഒരു സന്തോഷം നമ്മളിലുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വീട്ടിലും പറഞ്ഞു, എന്തായാലും ഞാൻ 7-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ 11 മണിയാകുമ്പോൾ അവിടെ പോയിരിക്കും, ആ കുട്ടികളുമായിട്ട് കണ്ട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനൊരു സൗഹൃദ സംഗമം സംഘടിപ്പിച്ചതിലും ഓർമ്മ പുതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ ദിവസം വളരെയധികം സന്തോഷം തോന്നാണ്. എല്ലാവരും നല്ല പഠിച്ച് നല്ല കുട്ടമ്മമാരൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ പെൺകുട്ടികളെല്ലാം അമ്മമാരും കുട്ടികളൊക്കെ ആയിട്ട് വന്നതിലും എല്ലാവരെയും കണ്ടതിലും എല്ലാം വളരെ സന്തോഷമായി. അതുപോലെ നിങ്ങൾക്ക് ഈ സ്കൂൾ എന്ന് പറയുന്നത് എന്നും ഓർമ്മയിൽ നിലനിൽക്കാൻ പറ്റുന്ന അല്ലെ ഒരു കലാലയമായിട്ട് മാറണം. ഇനിയും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ മറക്കില്ല, ഞങ്ങൾക്ക് നിങ്ങളെയാണ് മറക്കുന്നത്. നിങ്ങൾ വലിയ വലിയ ആൾക്കാരും മ്യൂസിക് താടിയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ മുഖം അത്ര ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഒക്കെ വീട്ടിൽ വന്ന സമയത്ത് മറന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു. അവൻ അധ്യാപനം കൂടെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സൗഹൃദം നിങ്ങളിൽ എന്നും ഉണ്ടാവണം. ഇനിയും മുന്നോട്ടുള്ള ഈ കൂട്ടായ്മയില് മുന്നോട്ട് കൊണ്ടുപോകണം. ഓർമ്മകൾ ഓടിക്കളിക്കുന്ന ഈ തിരുമുറ്റത്ത് ഇനിയും നിങ്ങൾക്ക് കാലുകുത്താനായിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി നമ്മോട് സംസാരിക്കാനായി രഞ്ജി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നേരത്തെ ഹൈറോണിസ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ UP പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും പഠിപ്പിച്ചിട്ടില്ല, എന്നാലും കുറേ പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മുഖം കുറേയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എല്ലാവരും കുറേ മാറി. സാധാരണ ഇതുപോലെയുള്ള സംഗമങ്ങൾക്കൊന്നും UP അധ്യാപകരെ അധികാരം വിളിക്കാറില്ല. പക്ഷെ ഇവർ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇതിനു മുമ്പും 3-4 ബാച്ചുകാർ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് അതിനൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഇതിലാണ്. ഇവര് അത്രയും പഠിച്ചത് കൊണ്ടാണ് എനിക്ക് വരാനൊരു താല്പര്യം തോന്നിയത്. അപ്പൊ നിങ്ങളുടെ ഈ ഓർമ്മച്ചെപ്പിന് അധ്യാപകരുടെ വാക്കുകളും അതൊന്നുമല്ല, നിങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പരിചയപ്പെടാനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അതിന്റെ സമയം വളരെ പരിമിതമാണ്. അപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ ഓർമ്മച്ചെപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി. അടുത്തായി നമ്മോട് സംസാരിക്കാനായി ബിന്ദു ടീച്ചറെ ആദരപുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സൗണ്ട് ബാക്ക് കൊണ്ടുവരും, സൗണ്ട് വരും. വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നില്ല. ഈ ഐറിനീസ ടീച്ചറും രജി ടീച്ചറും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നടന്നു വരുമ്പോൾ എന്നോടും ചിലരൊക്കെ പറഞ്ഞു, ടീച്ചറെ നല്ല ഞങ്ങൾ മറന്നിട്ടുണ്ട്. അപ്പൊ പല മുഖങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഷാദ് വീട്ടിൽ വന്നപ്പോ അവന്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. എന്നാലും ഹാരിസിനോട് ഞാൻ ചോദിച്ചു, ഹാരിസിന് ഓർമ്മ വന്നു. എങ്കിലും ഈ ഓർമ്മച്ചെപ്പ് സംഘടിപ്പിച്ച സംഘാടകർക്കും ബാക്കി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരാശംസകൾ. അതുപോലെ മറ്റു
പ്രധാന അധ്യാപകരും. അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം 17 വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു പരിചയപ്പെടലാണ്. ഞങ്ങൾ 17 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ സ്കൂളിൽ നിന്നും പോകുന്ന സമയത്ത് ഒരു വാട്സപ്പോ ഒരു ഫേസ്ബുക്കോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു ലാൻഡ് ഫോൺ നമ്പർ മാത്രമായി പിരിഞ്ഞ ഒരു ബാച്ചാണ്. പിന്നീട് ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഞങ്ങളെല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഒക്കെ കിട്ടുന്നൊരു അവസരമുണ്ടാകും. പിന്നെ ഇപ്പോൾ ഉള്ള ബാച്ചുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുമിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ സിമ്പിളായി നടക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ജസ്റ്റ് ഒരു വാട്സപ്പായി ഒരു സംഗമം തുടങ്ങുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായാണ് ഇങ്ങനെ എത്രയും ഒരാളുകളെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. പിന്നെ നമ്മളെ ബാച്ച് എന്ന് പറഞ്ഞത് 2004-2005 ഫസ്റ്റ് ഗ്രേഡിങ് ബാച്ചാണ്. അന്ന് നമുക്ക് എന്താണ് ആൻസർ എഴുതാന്നറിയില്ല, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്കുള്ള ഭക്ഷണം വരെ ഈ സ്കൂളിൽ ഒരുക്കി തന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ അധ്യാപകരും മാനേജ്മെൻറ്റും ചെയ്യുന്നത്. അവർക്ക് ഒരു നന്ദി അറിയിക്കാൻ ഈ അവസരം ഇവിടെ ഉണ്ടെങ്കിൽ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ അവനെ ക്ഷണിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഷിഹാബ് വീട്ടിയെ ആ ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, അതുപോലെ ആ ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെ 10H ക്ലാസ് ടീച്ചറും നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്തും കൂടെ ദീപ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളു. അതാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഓർമ്മച്ചപ്പ് എന്നുള്ള പേര് നിർദ്ദേശിച്ച വ്യക്തിയും കൂടിയാണ് ഷിയാബ്. ഞങ്ങൾ ഇടയ്ക്ക് പല സൂം മീറ്റിങ്ങുകളുമായി ഇതിനെ ഞങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ഒരു 5 പേരടങ്ങുന്നൊരു സംഘം ഇതിനെ മുന്നിട്ട് വരികയും അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സൂം മീറ്റിംഗ് കൂടിയൊക്കെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്തെടുത്തിരുന്നത്. പിന്നെ ഞങ്ങളതുപോലെ ഇതിൽ സ്റ്റാറ്റസ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു പരിപാടി, ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് കാണുന്ന വ്യക്തികൾക്ക് ഗേൾസിനും ബോയ്സിനും ഒരു സമ്മാനം കൊടുക്കുകയും അത് 24 അവർ സ്റ്റാറ്റസായി നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ലേഡീസിൽ നിന്നും ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഷമീല. അത് ഏറ്റുവന്നതിന് ഷമീലാണ് ക്ഷണിക്കുന്നു. ആ ഉപഹാരം കൊടുക്കുന്നതിനോടെ നമ്മുടെ ഹമീദ് മാസ്റ്റർ ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ സ്റ്റാറ്റസ് ചലഞ്ചിൽ ഗേൾസിൽ നിന്നും സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഷാഹിന. ഉപഹാരം വാങ്ങുന്നതിനോട് ഷാഹിനയും അടുത്തതായി ഗേൾസിൽ നിന്നും തേടുന്നില്ല റുബീന. സ്റ്റാറ്റസ് ചലഞ്ച് റുബീന. മറ്റ് പല പരിപാടി ആൾക്കാരും നേരത്തെ പോകുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് മാത്രം ഇറങ്ങണേ. എല്ലാവർക്കുള്ള ഭക്ഷണം താഴത്തെ ഹാളിൽ റെഡിയാണ്.
ഇതേപോലെ ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ച് മാത്രം പോകണം. ഞാനിത് നമ്മുടെ റഷീദാക്കി കൊടുക്കുകയാണ്. അതുപോലെ ബോയ്സിൽ നിന്ന് സെക്കൻഡ് നമ്മുടെ ഹാരിസ് മാഷ് അത് കൊടുക്കുന്നത് വേദ ടീച്ചർ ക്ഷണിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. Yes, sir.